പ്രത്യേകതയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ എമ്പാടും സമ്പത്തും മക്കളുമുള്ള സ്വഹാബിയാണ്. 103-ാമത്തെ വയസ്സിൽ വഫാത്തായ സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. എപ്പോഴും മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദുആയുണ്ട്, അല്ലാഹുമ്മ ർസുഖ്ഹു മാലൻ വവലദാ. അല്ലാഹുവേ, അനസ് ഇബ്നു മാലിക് എന്നവർക്ക് നീ മക്കളെയും സമ്പത്തും കൊടുക്കണേ. വബാരിക് ലഹ്, ബഹുമാനപ്പെട്ടവർക്ക് ബറക്കത്ത് ചെയ്യണമേ. നബി തങ്ങൾ ദുആ ചെയ്യും. ആ ഒരു ദുആഇന്റെ ഫലം മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് മക്കളും പേരക്കുട്ടികളുമായി 100ഓളം മക്കൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മക്കളും മക്കളുടെ മക്കളുമായി ബഹുമാനപ്പെട്ടവർ കണ്ടിട്ടുണ്ട്. 3 തലമുറകളോളം. അത് മാത്രമല്ല, വബാരിക് ലഹ്, ബറക്കത്ത് ചെയ്യണമേ അനസ് റളിയല്ലാഹു അൻഹുവിനെ. നബി തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബിയാണല്ലോ അനസ് റളിയല്ലാഹു അൻഹു. ആ ബറക്കത്ത് 103 വയസ്സ് വരെ അന്തസ്സിൽ ജീവിച്ചു അനസ് റളിയല്ലാഹു അൻഹു. 100 വയസ്സ് കഴിഞ്ഞ ഒരു പ്രായമുള്ള ഒരാളെ കഴിഞ്ഞ് ഇപ്പൊ അടുത്തൊരു 4-5 മാസം മുമ്പ് ഞാൻ കണ്ടു. അദ്ദേഹം ദുആരക്കാൻ വേണ്ടി പറഞ്ഞത് എന്താണെന്നറിയോ? ഒരു ഹജ്ജിന് കൂടെ പോവാൻ ആഗ്രഹമുണ്ട്, എന്റെ മരിച്ചുപോയ വാപ്പയുടെ പേരിൽ ചെയ്യാനാണ്. സുബ്ഹാനല്ലാഹ്. കാസർഗോഡ് ജില്ലയുടെ അങ്ങ് ഉള്ളിൽ കുറെ ദൂരം പോയിട്ട് അള്ളാഹു അദ്ദേഹത്തിന് ആ തൗഫീഖ് കൊടുക്കട്ടെ. 100-ലേറെ വയസ്സായി. 100 എത്രയെന്നറിയില്ല, പക്ഷെ 100ന്റെ മുകളിലാണ്. നടന്നു വരും, പള്ളിക്ക് ജുമാക്ക് വരും, ഒരു കണ്ണടയോ ആവശ്യമില്ലാതെ ഖുർആൻ ഓതും ചെയ്യും. ഹജ്ജ് 1-ലേറെ ചെയ്തിട്ടുണ്ട്, ഉമ്മാക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ മരിച്ചുപോയ വാപ്പാക്ക് വേണ്ടി ഒരു ഹജ്ജ് കൂടെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, ദുആ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, എന്താണ് ആ ഈമാൻ! മൂക്കത്ത് വിരല് വെച്ചു, യാ റബ്ബ്, ഈ പ്രായത്തിലും. സാധാരണ എന്താ ദോരക്ക, ഒരു ഊരവേദനയൊന്നും ഇല്ലാതെ, കാര്യമായ അസുഖമൊന്നും ഇല്ലാതെ, എൻ്റെ ഷുഗറും കൊളസ്ട്രോളൊക്കെ ഒന്ന് ലെവലാവാൻ വേണ്ടി ദോരക്കണം, ഇങ്ങനെയൊക്കെയാ പറയാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഹജ്ജിന് പോകണം. ആർക്കെന്നറിയോ? എൻ്റെ മരിച്ചുപോയ ഉപ്പാക്ക്. ആരാ? 100 കഴിഞ്ഞ മകനാണ് ഈ പറയുന്നത്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനല്ലേ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ആയുസ്സിൽ ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. 103-ലേറെ വർഷം ജീവിച്ചു അനസ് റളിയല്ലാഹു അൻഹു. അത് മാത്രമല്ല, അനസ് എന്നവര് അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്തിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. ധാരാളം പറയുമായിരുന്നു അനസ് റളിയല്ലാഹു അൻഹു, ഇന്നി ലഅർജൂ, ഞാൻ കൊതിച്ചു പോകുന്നുണ്ട്, അന്നൽഖിയ റസൂലല്ലാഹ് ഫീ യൗമിൽ ഖിയാമah, അന്ത്യനാളിൽ അല്ലാഹുവിന്റെ റസൂൽ